അഡ്വക്കേറ്റ് നിയാസ്, വയനാട്ടിലും ഈ ധാർമ്മികത ആപ്ലിക്കബിൾ ആണോ? 93,499 വോട്ടർമാർ വ്യാജമാണ്. ഇരട്ട വോട്ടുകളുടെ കണക്കടക്കം പുറത്തു വന്നിട്ടുണ്ട്. 17,000-ൽ പരം ആളുകളുടെ മേൽവിലാസം വ്യാജമാണ്. അപ്പോൾ നോക്കൂ, സമാനമായിട്ടുള്ള ആരോപണം, ആക്ഷേപം, അതിലെന്ത് മറുപടിയാണ് നൽകാനുള്ളത്? നോക്കൂ, എനിക്കിവിടെ പറയാനുള്ള വയനാട്ടിൽ നിന്നല്ല, ഇന്ത്യയിലെ 545 നിയോജകമണ്ഡലത്തിലും പ്രശ്നം ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് പുറത്ത് വന്നത്? അനിൽ നമ്പ്യാരെ, നിങ്ങൾ ജന ടി വി പുറത്തു കൊണ്ടുവന്നതല്ലല്ലോ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ടായ സംശയങ്ങൾ അത് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ ഞങ്ങൾക്ക് ഡിജിറ്റൽ വോട്ടർ പട്ടിക തന്നില്ല. നിങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ ഫോട്ടോ ഷൂട്ട് ചെയ്ത സാങ്കേതികമായി ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ സുരേഷ് ഗോപി അവിടെ വോട്ട് ചെയ്തിട്ടില്ല. സുരേഷ് ഗോപി അവിടെ വോട്ട് ചെയ്തോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ സുരേഷ് ഗോപിയുടെ നിയോജകമണ്ഡലമായ 41-ാം ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ആരൊക്കെ വോട്ട് ചെയ്തു എന്ന് ഡിജിറ്റൽ തെളിവുകൾ വേണ്ടേ? അതില്ലല്ലോ, അത് നിങ്ങൾ തരുന്നില്ലല്ലോ, അത് നിങ്ങൾ നശിപ്പിച്ചല്ലോ. എന്തിനാണ് നിങ്ങൾ നശിപ്പിച്ചത്? 3 വർഷമെങ്കിലും കാത്തു സൂക്ഷിക്കുന്ന തീരുമാനമുണ്ട് എന്ന് നിങ്ങളെ തന്നെ തീരുമാനിച്ചത്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തീരുമാനിച്ചത് നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അത് മാറ്റുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ കള്ളത്തരം ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ആദ്യം കുറേ കാലം വോട്ടർ മെഷീനിൽ EVM മെഷീനിൽ ക്രമക്കേട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് ജാഗരൂകരായി മുന്നോട്ട് പോയി. അപ്പോഴാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൽ, ഞാനത് നേരത്തെ ചോദിച്ചതിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞത് ഒരു ക്ലാരിറ്റി കൂടി വരുത്താനുണ്ട്. ഫോം നമ്പർ 4 പേര് ഉൾപ്പെടുത്താനുള്ള അവകാശവാദത്തിൻ്റെ അപേക്ഷ. അതിന് വളരെ കൃത്യമായി സത്യവാങ്മൂലം നൽകുന്നതിന് 4-മത്തത്, അതിൽ മറ്റേതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ഉൾപ്പെടുത്താൻ ഞാൻ അപേക്ഷിച്ചിട്ടില്ല. 2-മത്തത്, ഈ നിയോജകമണ്ഡലത്തിലോ മറ്റേതെങ്കിലും നിയോജകമണ്ഡലത്തിലോ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. അഥവാ അങ്ങനെയല്ലെങ്കിൽ ഞാൻ നേരത്തെ താമസിച്ചിട്ട മേൽവിലാസത്തിൽ എനിക്ക് പേര് ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നും, അങ്ങനെയെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ നിന്നും എൻ്റെ പേര് ഒഴിവാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണ് നമ്മുടെ സുരേഷ് ഗോപിയും കുടുംബങ്ങളും ഒക്കെ നൽകിയ വോട്ടർ പട്ടികയുടെ ഫോറം നമ്പർ 4. അപ്പോൾ അതിൽ ക്രമക്കേടുണ്ടോ ഇല്ലേ എന്നുള്ള പത്മകുമാർ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. 2-മത്തത് എനിക്ക് പറയാനുള്ളത്, ഇത് കേരളത്തിലെ കഴിഞ്ഞ പാർലമെന്റ് രമേശ് ചെന്നിത്തലയുടെ കുറിച്ച് പറഞ്ഞു. രമേശ് ചെന്നിത്തല 16-ാം വാർഡ്, ഒരു മിനിറ്റ് താങ്കളും പത്മകുമാറിനും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചാടിക്കയറി വരുന്നത് നിങ്ങൾ അസഹിഷ്ണുത കൊണ്ടാണ്. നിങ്ങളെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമുള്ള അസഹിഷ്ണുത താങ്കൾക്കും പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് അവിടെ വാർഡിൽ 16-ാം വാർഡിൽ പഞ്ചായത്തിലാണ് വോട്ടുള്ളത്. അവിടെ അദ്ദേഹത്തിന് പാർലമെന്റില് അല്ലെങ്കിൽ അസംബ്ലിയിലുള്ള വോട്ട് 29-ാം വാർഡിൽ തിരുവനന്തപുരത്താണ്. അപ്പൊ ഞാനിത് പറയുന്നത് പറഞ്ഞ രേഖകൾ വെച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സുരേഷ് ഗോപിയെ അത് കോർപ്പറേഷനിലാണ്. സുരേഷ് ഗോപിയുടെ ഞാൻ പറയാം. 41-ാം ശാസ്തമംഗലത്ത് 41-ാം ബൂത്ത് ഒരു മിനിറ്റ് 41-ാം ബൂത്ത് ശാസ്തമംഗലത്തെ 41-ാം ബൂത്തില് അദ്ദേഹത്തിന് വോട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ചേർത്തിരിക്കുന്നത് തൃശ്ശൂരിലെ 115-ാം നമ്പർ ബൂത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റ് വോട്ടിൽ ഉപയോഗിക്കുന്ന വോട്ടർ ഇലക്ഷൻ ഇതിലാണുള്ളത്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞ മഹാദേവപുരത്ത് ഞങ്ങൾ 11,965 വോട്ടുകളുടെ ഡബിൾ വോട്ട് രേഖ പ്രകാരം നിങ്ങൾ തന്നല്ലോ, പരിശോധിക്കണ്ടേ? എന്തിനാണ് നിങ്ങൾ വയനാട്ടിലേക്ക് മാത്രം പോകുന്നത്? ഇന്ത്യയിലെ മൊത്തം സ്ഥലങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ. 2-മത്തത്, ഞങ്ങൾ ഫേക്ക് ID 40,000 ഫേക്ക് IDകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ബൾക്ക് വോട്ട് ഒരു വീട്ടിൽ നിങ്ങളെ എല്ലാ ജന ടി വി വെച്ച് മിക്ക മാധ്യമങ്ങളിൽ പോയല്ലോ. 79-80 വോട്ടുള്ള ഒറ്റ മുറി വീട് നമ്മളൊക്കെ കണ്ടല്ലോ. ആ കണ്ടപ്പോ അതേക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? പിന്നെ ഇൻവാലിഡ് ഫോട്ടോസ് 4,400. സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക. ദയവായി അനിൽ നമ്പ്യാരെ,
ദയവായി അനിൽ നമ്പ്യാരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ പറഞ്ഞതിൽ ഞാൻ ഇടപെടുന്നില്ല. ഒരു കാര്യം, താങ്കൾ എന്നോട് വളരെ കുറച്ച് സമയമാണ് ഈ ചർച്ചയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം പത്മകുമാറിന് മുഴുവൻ സമയം കൊടുക്കണമെന്ന് അങ്ങക്ക് വലിയ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതിനുവേണ്ടി താങ്കൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിരോധമില്ല. അങ്ങയുടെ പാർട്ടി, അങ്ങയുടെ പാർട്ടിയുടെ ആള്, അങ്ങയുടെ പാർട്ടിയുടെ ചാനൽ അങ്ങക്ക് വേണ്ട ഈ ഒരു കാര്യം കൂടി ചെയ്യുക. ഇനിയുള്ള കാലങ്ങളിൽ പത്മകുമാറും താങ്കളും മാത്രം ഇത് ചർച്ച ചെയ്താൽ മുഴുവൻ സമയം അദ്ദേഹത്തിന് തന്നെ കൊടുക്കാം. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള അസ്കറിനെ പോലെ സാധാരണക്കാരായ ആൾക്കാരെ ഒന്നും വിളിക്കേണ്ട, നിങ്ങൾ അത് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ അസ്കർ ഈ വേദിയിലൂടെയാണ് വന്നത്. അസ്കർ ഇന്ന് എല്ലാ ചാനലിലെയും സ്ഥിരം സാന്നിധ്യമാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് അസ്കർ വന്നത്. അസ്കറിന് ഒരു പ്രശ്നവുമില്ല. അസ്കറിനോട് ചോദിച്ചു നോക്ക്, ഇതുപോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മറ്റൊരു ചാനലുണ്ടോ എന്ന്. താങ്കൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തി. കൈരളി ചാനലിൽ പോയി ഇതുപോലെ സംസാരിക്കാൻ പറ്റുമോ? അല്ല, ഒരു മിനിറ്റ് അനിൽ നമ്പ്യാരെ, ഒരു മിനിറ്റ്. അനിൽ നമ്പ്യാരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ JR പത്മകുമാർ വന്ന് ഇന്ന് മുഴുവനായി അസ്കറിന് ഒരു വാക്കുപോലും സംസാരിക്കാതെ മുന്നോട്ട് വന്നപ്പോൾ താങ്കൾ പഞ്ചപുച്ഛ മടക്കി നിന്നത് അത് വലിയ രീതിയിലുള്ള അതീശത്വം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ JR പത്മകുമാർ നല്ല രാഷ്ട്രീയ നേതാവാണ്. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി മറ്റുള്ള ആയിക്കോട്ടെ. അല്ല, എനിക്ക് പറയാനുള്ളത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിങ്ങൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലുള്ള അവകാശവാദം താങ്കൾ ഉന്നയിച്ചു, താങ്കളുടെ ഒരു സഹപാനലിസ്റ്റ് ഉപയോഗിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1980 ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ജനതാ പാർട്ടിയാണ്, കോൺഗ്രസ് അല്ല. അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനതാ പാർട്ടിയാണ്. അന്ന് ഇതേപോലെയല്ല എന്യൂമറേഷൻ നടത്തിയാണ് വോട്ടർ പട്ടിക ഉണ്ടാക്കാറ്. അങ്ങനെ എന്യൂമറേഷൻ നടത്തി വോട്ടർ പട്ടിക ഉണ്ടാക്കിയപ്പോൾ ന്യൂഡൽഹിയിലെ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 145 നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ സോണിയാഗാന്ധിയുടെ പേര് അതിൽ ഉൾപ്പെട്ടു, കരട് വോട്ടർ പട്ടികയിൽ. ആ കാര്യം ഇന്ദിരാഗാന്ധി കണ്ടു. ഇന്ദിരാഗാന്ധി തന്നെ, ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗം ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി അവരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനൊന്ന് പറഞ്ഞോട്ടെ ആവശ്യപ്പെട്ടു. അത് ഡിലീറ്റ് ചെയ്തതിനു ശേഷം 30/4/83 അവർക്ക് ഇന്ത്യയിൽ അവരെ പൗരത്വം കൊടുക്കുന്ന തീരുമാനത്തിന് ഉത്തരവുണ്ടായി. അതിനുശേഷമാണ് അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ അവരാവശ്യപ്പെട്ടതിന് ശേഷം അവർ വോട്ട് ചെയ്തു. 99 തെരഞ്ഞെടുപ്പിലാണ് അവർ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായത്. പിന്നെ പച്ചക്കള്ളം തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കുണ്ടായ ജാള്യത മറയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് കേരളത്തിലെ തൃശ്ശൂർ ഞങ്ങൾക്ക് വേണ്ട, ഒരു കാര്യവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും നിങ്ങൾ തീരുമാനിച്ചല്ലോ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. വയനാട് നാക്കണ്ടാത്, കേരളത്തിലെ ബാക്കി 18 സീറ്റിലും ഞങ്ങൾ ജയിച്ചിട്ടുണ്ടല്ലോ. വയനാട് വേണ്ട, കേരളത്തിലെ 18 സീറ്റിലും ഞങ്ങൾ കാണിച്ച കൃത്രിമങ്ങൾ കാണിക്കണം, നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. വോട്ടർ പട്ടിക ക്രമരഹിതമാവണം. അതിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാവാൻ പാടില്ല. ക്രമക്കേടില്ലാത്ത വോട്ടർ പട്ടിക ഉണ്ടാക്കണമെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ വളഞ്ഞ വഴിയിൽ മൂക്ക് പിടിക്കുന്നതിന് പകരം ഞാൻ ചോദിക്കട്ടെ, 5 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചല്ലോ. എന്താ ചോദിച്ചത്? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഡിജിറ്റൽ വോട്ടർ പട്ടിക തരുന്നില്ല? എന്തുകൊണ്ട് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള പട്ടിക നിങ്ങൾ തരുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഡിജിറ്റലായി നിങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ കോപ്പി നിങ്ങൾ തരുന്നില്ല? എന്തുകൊണ്ട് 45 ദിവസം കൊണ്ട് നിങ്ങൾ അത് മായ്ച്ചു കളയണമെന്ന് നിങ്ങൾ ധൃതി പിടിക്കുന്നു? ഈ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ JR പത്മകുമാറിന്റെ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പൊ പറയുന്നത് എന്താ? ഞങ്ങൾ സത്യവാങ്മൂലം കൊടുത്തില്ല. നിങ്ങൾ കൊടുത്ത സത്യവാങ്മൂലം, സുരേഷ് ഗോപി കൊടുത്ത സത്യവാങ്മൂലം ഞാൻ ഇപ്പൊ വായിച്ചത്. ആ സത്യവാങ്മൂലം പ്രകാരം നിങ്ങളിപ്പോ രാഹുൽ ഗാന്ധി അങ്ങോട്ട് ഗണച്ഛേദം വരുത്താൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ. അതിന് പകരം നിങ്ങൾ സുരേഷ് ഗോപി കൊടുത്ത സത്യവാങ്മൂലം അതിൽ എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു കാര്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല എൻ്റെ അനിൽ നമ്പ്യാരെ. ഇത് ഞങ്ങൾ ഇന്ത്യയുടെ രാജ്യങ്ങളെ മുഴുവനും ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വോട്ട് കളനാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി ജന TV അല്ല, JR പത്മകുമാർ 1000 വട്ടം പറഞ്ഞാലും ഇത് ജനങ്ങൾക്ക് മുമ്പിൽ മറയ്ക്കാൻ കഴിയില്ല. ബോധ്യപ്പെട്ടിരിക്കുന്നു. കാത്തിരുന്ന് കാണാം നമുക്ക്.